ലക്ഷ്മി, ഇതുപോലെ വേദനയുടെ കഥകൾ പങ്കുവെക്കാനുള്ള നിരവധി ആളുകൾ ഉണ്ട്. ഇപ്പോൾ നോക്കൂ, അദ്ദേഹം തന്നെ പറഞ്ഞത് താങ്കൾ കണ്ടില്ലേ, അദ്ദേഹത്തിന് വീട് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് കട നഷ്ടപ്പെട്ടു. ഇതൊക്കെ വലിയ ബാങ്ക് വായ്പയെടുത്ത് നിർമ്മിച്ചതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത്, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും ഈ വ്യവസായിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എങ്കിലും ആ കുടുംബത്തെ സംരക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈ പുനരധിവാസം അവർ നോക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പുത്തുമല ദുരന്തത്തിന് ഇരയായവർ അവരിപ്പോഴും ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവർക്ക് കൃത്യമായിട്ട് വാടക പോലും കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിൽ നിന്ന് കൂടുതലായി അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സന്നദ്ധ സംഘടനകളുടെ സഹായത്തിനായിട്ടാണ് അവർ കാത്തു നിൽക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു പ്രതീക്ഷയിലാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ആ പുത്തുമലയിലെ ഒരു സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്, ആ ഒരു യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെ ഉള്ളവർ. ഓരോരുത്തർക്കും ഓരോ കഥകളാണ് പറയാനുള്ളത്. ആ കഥകളൊക്കെയും കഥകളുമാണ്. അലി നമ്പ്യാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എല്ലാവർക്കും അവരുടെ വിഷമങ്ങളാണ് പറയാനുള്ളത്. നേരത്തെ ആ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ, എനിക്കിപ്പോൾ കുടുംബമുണ്ട്, എനിക്ക് സമ്പാദ്യങ്ങൾ അത്രമാത്രമാണ് നഷ്ടപ്പെടുന്നത്, പക്ഷേ ഉറ്റവരും മുടിയവരും നഷ്ടപ്പെട്ടവരുടെ വേദനയ്ക്ക് മുന്നിൽ എൻ്റെ വേദന ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കഥകളാണ് അവിടെയുള്ള ഓരോരുത്തർക്കും പറയാനുള്ളത്. ഇതിലും ഹൃദയം ഭേദകമായ കഥകളല്ലേ? തീർച്ചയായും കെ പി, ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഇത് 6ാം ദിവസമാണ്, ഈ തെരച്ചിലിൻ്റെ 6ാം ദിവസമാണ്. ഞാനിവിടെ എത്തിയിട്ട് 5 ദിവസമായി. ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇവിടെ എല്ലാം അപരിചിതരായിരുന്നു. ഇത് ഇന്നലെ വരെ ഇവിടെ എത്തുന്നവരൊക്കെ അപരിചിതരായിരുന്നു. ഈ മേഖലയിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ ഇവർ അവരുടെ കടകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി ഇവർ വരുന്നു. മാത്രമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓട്ടോറിക്ഷ അവിടെ കിടക്കുകയാണ്, അതിൻ്റെ ഉടമയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. ഇനി ഒരു തിരിച്ചു വരവ് അവർ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്ന കാര്യത്തിൽ അവർക്ക് സംശയം ബാക്കിയായി നിൽക്കുകയാണ്. ഈ പുനരധിവാസം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉറപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2019 പുത്തുമലയിൽ വലിയൊരു ദുരന്തം, സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ദുരന്തം നടന്നിരുന്നു, ഉരുൾപൊട്ടൽ നടന്നിരുന്നു. നിരവധി ആളുകൾ മരണപ്പെട്ടു. മാത്രമല്ല, നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ സമയത്ത് 5 വർഷം മുമ്പ് സർക്കാർ സമാനമായിട്ടുള്ള ഉറപ്പുകളൊക്കെ നൽകിയിരുന്നു. പക്ഷെ അതൊന്നും പാലിച്ചിട്ടില്ല. അവർക്ക് വാടക പോലും കൊടുത്തിരുന്നില്ല. 3 മാസത്തെ വാടക കൊടുത്തു, പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ആ ഒരു സമാനമായിട്ടുള്ളൊരു അവസ്ഥ നമുക്കും ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. സർക്കാർ ഉറപ്പുകൾ തരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിഷയത്തെ എല്ലാവരും ഈ സമയത്ത് ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ അതുപോലെ ഉറപ്പുകൾ പാലിക്കുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഇവരെല്ലാം കഴിയുന്നത്. ഇപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, അവരെ പരിപാലിക്കുന്നുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് എത്ര പേർ അക്കാര്യത്തിൽ കൃത്യമായിട്ട് അത് ഗൗരവത്തോടെ കാണും എന്നുള്ള ഒരു സംശയം അവർക്കുണ്ട്. ആ സന്ദേഹം അത് നമുക്ക് ഒരു കാരണവശാലും അതിനെ ലഘൂകരിച്ച് ലാഘവത്തോടെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് അവർക്ക് വേണം. എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ ഈ പുനർനിർമ്മാണം? കാരണം എന്തായാലും ഇനിയിപ്പോൾ ഈ മുണ്ടക്കൈയും അതുപോലെ ചൂരൽമല അതൊന്നും ഇവിടെ പഴയ രീതിയിൽ ആ ഒരു പഴയ പ്രതാപത്തോടെ ഇവിടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ സർക്കാർ തയ്യാറാക്കുമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. മുണ്ടക്കൈ നാമാവശേഷമായിരിക്കുന്നു, മുണ്ടക്കൈക്ക് മേൽവിലാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചൂരൽമലയും സമാനമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഈ 2 പ്രദേശങ്ങളെ എങ്ങോട്ടേക്ക് ഈ ആളുകളെയൊക്കെ എങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കും, അതിന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ സർക്കാർ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതൊക്കെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ ഈ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ അടുത്താണ് നേരത്തെ
ബ്രഷ്നേവ് അദ്ദേഹം താമസിച്ചത് അവിടെ അടുത്താണ്. അവിടെ ഒരു നിരവധി വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചതും ആ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഈ വീടുകൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ ഈ സ്കൂൾ പഠിച്ച നിരവധി വിദ്യാർത്ഥികളെ കാണുന്നില്ല. മരണപ്പെട്ട വിദ്യാർത്ഥികൾ ഉണ്ട്. അപ്പോൾ അവരുടെ ആ വിദ്യാഭ്യാസം പൂർണ്ണമായും മുടങ്ങിയിരിക്കുകയാണ്. അപ്പം നാളെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ പ്രദേശത്ത് വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇവരുടെ വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. അത് പ്രധാനമാണ്. കാരണം ഇതൊരു ചെറിയൊരു പ്രദേശമാണ്, അധികവും സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ എങ്കിലും ഈ സ്കൂളിൽ, നേരത്തെ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, ഈ സ്കൂളിൽ വരുന്ന അധ്യാപകർ, പുറത്തു നിന്ന് വരുന്ന അധ്യാപകർ, ഇവിടെ ട്രാൻസ്ഫർ കിട്ടി, സ്ഥലമാറ്റം കിട്ടി ഇങ്ങോട്ട് വരാൻ പലർക്കും താല്പര്യമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും പോകില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് പ്രകൃതി രമണീയമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്നേഹിക്കുന്ന ഒരു ജനത അവരാണ് ഇവിടെയുള്ളത്. അവർ സ്വന്തം കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് അധ്യാപകരെ നോക്കിക്കാണുന്നത്. അതുപോലെ വിദ്യാർത്ഥികളോടും അധ്യാപക വിദ്യാർത്ഥി ആ ബന്ധം, രക്ഷാകർതൃ ബന്ധം, അതിനൊക്കെ ഉപരിയായിട്ട് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും അവരെ പഠിപ്പിക്കാനും അവരെ ഉന്നത നിലയിൽ എത്തിക്കാനുമുള്ള താല്പര്യമൊക്കെ അവർ കാണിച്ചിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, അതൊക്കെയാണ് വേദനിപ്പിക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെയാണ്. ആ ഒരു ഹൃദയബന്ധം, ഒരു ഒറ്റ കുടുംബമായിട്ട് അവർ ഈ മേഖലയിൽ താമസിച്ചു, ഈ കുന്നിൻ ചെരുവിൽ ഇവർ താമസിച്ചു, അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ പറയുന്നത്, അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, അതായത് ഫോൺ വിളിക്കുന്നുണ്ട് എല്ലാ ദിവസവും, എന്തെങ്കിലും ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ്. നിരവധി പിന്നെ ഇവരുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇവരുടെ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഒത്തുചേർന്ന ഒരു ഇടമായിരുന്നു ഈ ചൂരൽമല അങ്ങാടി. അപ്പോൾ ആ ഒരു ഐക്യം, ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അവർക്ക് അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ വീട് പോയത് പോട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങൾ പോയത് നഷ്ടപ്പെട്ടെ. പക്ഷേ ഈ ഒരു സൗഹൃദം, ഈ ഒരു കൂട്ടായ്മ, ആ ഒരു സ്നേഹബന്ധം അതവർക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത്. അതിന് സർക്കാരിൽ അവർ എല്ലാ വിശ്വാസവും അർപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല സന്നദ്ധ സംഘടനകൾ, സേവന സംഘടനകൾ, ഇവരിലെല്ലാം അവർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ, അതീവ ഗൗരവത്തോടുകൂടി ഈ പുനരധിവാസം കൃത്യമായിട്ട് സർക്കാർ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിന് കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ കണ്ണീര് ഈ അധികാരികൾ കാണാനാണ്. ഇങ്ങനെ വളരെ വേദനയാണ് ഞങ്ങൾക്കും. കാരണം ഇവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ചിലർക്കൊക്കെ പറയാനൊട്ടും താല്പര്യമില്ല, അവർക്ക് വാക്കുകളില്ല, അവർ അതീവ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. പക്ഷേ എങ്കിലും അധികാരികളിലേക്ക് എത്താൻ ഇക്കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് അധികാരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. അതുകൊണ്ടാണ് ഈ ഒരു ദുരന്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരുന്നത്. പലർക്കും താല്പര്യമില്ല, പക്ഷേ എങ്കിലും ചിലർക്ക് സന്നദ്ധരായി മുന്നോട്ട് വരുന്നുണ്ട്. കാരണം അവർക്ക് ഇനി അവരുടെ ഉപജീവനം കഴിക്കണമെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ പറ്റില്ല എന്ന് വെച്ച് ആരോടെങ്കിലും യാചിക്കാനൊന്നും അവർ തയ്യാറല്ല. അവരൊക്കെ അക്കാര്യത്തിൽ അഭിമാനം ഉള്ളവരാണ്. ഏതായാലും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മേൽവിലാസം നഷ്ടപ്പെട്ടവരായി മാറിക്കഴിഞ്ഞ മുണ്ടക്കയിലെയും ചുരൽമലയിലെയും നിവാസികൾ. അവരുടെ സൗഹൃദം, അവരുടെ സ്നേഹം, അവരുടെ ഉറ്റവർ, അവരുടെ ഉടയവരാണ് എന്നേക്കുമായി അവർക്ക് ഇല്ലാതായത്. ഇത് കാണേണ്ടവർ കാരണം ഈ കാഴ്ചകൾ, കരളലിയിപ്പിക്കുന്ന ഈ കാഴ്ചകൾ സർക്കാർ വൃത്തങ്ങൾ കൃത്യമായി കണ്ട് അവരുടെ പുനരധിവാസം അത്രയും സുതാര്യമായി സാധ്യമാക്കണം. പുത്തുമലയിലെ ദുരന്തം, അതിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും കഥകൾ തന്നെയാണ്. ആ കഥകൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അനിൽ നമ്പ്യാരാണ് വിവരങ്ങൾ.